بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കൾ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, ശ്രോതാക്കൾ, ലോകം പ്രവാചക പ്രകീർത്തനങ്ങളെ കൊണ്ട് പുളകിതമാകുന്ന ഈ സുന്ദര വേളയിൽ നമ്മുടെ സ്ഥാപനമായ അൽ മദീനത്തുൽ മുനവ്വറ നടത്തിവരുന്ന MF മദീന ഫെസ്റ്റ്, ഇതിന്റെ വേദിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരൽപ്പം വാചാലനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ നാഥൻ തുണക്കട്ടെ. ആമീൻ. പ്രിയമുള്ള Our Jio Big Bold sale may we get the hottest styles. Everything under $4.99. Download the app. To shop now. തല ഉയർത്തി ഇരുൾ കവിഞ്ഞ പ്രകൃതി, കരുണ എന്തെന്നറിയാത്ത അനുഭവിക്കാത്ത ഹതഭാഗ്യവന്മാർ, ഇത്രയും മോശമായി ചരിത്രം രേഖപ്പെടുത്തിയ ദി ഡാർക്കൻ ഏജ് എന്ന് പോലും വിശേഷിപ്പിക്കുന്ന ആ ഒരു ജനതയിലേക്ക്, ആ ഒരു സമുദായത്തിലേക്കുമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജനതയ്ക്ക് ശാന്തിയും സമാധാനവും മതധർമ്മവും ബോധിപ്പിച്ച് ഈ ലോകത്തെ തന്നെ ഏറ്റവും ഉത്തമന്മാരായ ഉമ്മത്തുകളാക്കി അവിടുന്ന് മാറ്റി തീർത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഉമ്മത്തിന്റെ അനുയായിയാണെന്ന്, ഇങ്ങനെയുള്ള ഒരു ഉമ്മത്തിയുടെ അനുയായിയാണെന്ന് പറയുന്നതിൽ അഭിമാനം മാത്രമാണുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനം ആഘോഷിക്കുന്നത് അത് പാടുള്ളതല്ല എന്ന് പറയുന്നവരുടെ വാക്കുകളും നിർദ്ദേശങ്ങളും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട സമയങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചു തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമല്ലാതെ പിന്നെ ആരുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കേണ്ടത്? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. തങ്ങളെ ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ നമ്മൾ അയച്ചിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53 വർഷക്കാലം മക്കയിലും 10 വർഷക്കാലം മദീനയിലും തന്റെ ജീവിതം സമർപ്പിച്ചു. തന്റെ 63ാമത്തെ വയസ്സിൽ അവിടുന്ന് മദീനയിൽ വഫാത്തായി. മദീന എന്ന് പറയുമ്പോൾ തന്നെ അനുരാഗികളുടെ മനം നിറഞ്ഞു പോകുന്നു. മദീനയിൽ റൗള ശരീഫിന്റെ ചാരെ എത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തും ചെയ്ത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇഷ്കുള്ളവർക്കുള്ള വേദന അത് പറയാൻ സാധിക്കുന്നതല്ല. മദീന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പൊട്ടിക്കരഞ്ഞു പോകുന്ന അല്ലാമ ഇഖ്ബാൽ പോലോത്ത എത്രയെത്ര ആശിഖീങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കുറേയുണ്ട്. അത് അനന്തവുമാണ്. കടലെല്ലാം മഷിയായാലും മരമെല്ലാം പേനയായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതി തീർക്കാനോ പാടി തീർക്കാനോ സാധ്യമുള്ളതല്ല. മദീനയെ സ്നേഹിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഹുബ്ബ് വെക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമല്ല, മദീനയിൽ റൗള ശരീഫിന്റെ ചാരയെത്തി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് എന്ന് പറയുവാൻ ഒരു ഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.